ദേ ഇനി വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊന്നും പോയി പൈസ കളയേണ്ട ആവശ്യമില്ല. ഒരു തരി എണ്ണ പോലും ചേർക്കാതെ നമുക്ക് ദേ ഈ സാധനം ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ എന്താണ് ഐറ്റം എന്നല്ലേ? ലെമൺ ചിക്കൻ ആണ്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് സവാളയും മല്ലിയിലയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അതിലേക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പുമിട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, എന്നാലും ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ചിക്കനും കൂടെ ആവശ്യമായ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർക്കേണ്ടത്. ഇനി ഒരു 30 മിനിറ്റോളം അടച്ചു വെച്ച് തന്നെ വേവിക്കണം. അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ട് അതിലേക്ക് നാരങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. നാരങ്ങ ഇങ്ങനെ തന്നെ ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല. നാരങ്ങ നീര് ചേർത്താലും മതിയാകും. എനിക്ക് ഈ നാരങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു തോലിന്റെ ഫ്ലേവറും കൂടി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തേക്കുന്നത്. അപ്പൊ ദേ നമ്മുടെ ലെമൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.